ഹൈറിച്ച് മണീഷ്യൻ കമ്പനിക്കെതിരെ പരാതി വന്നപ്പോൾ ഹൈറിച്ച് ഒളികൾ ചോദിച്ചിരുന്ന ഒരു കാര്യമാണ്, പരാതി ഉണ്ടെങ്കിൽ ആ പരാതി നൽകിയവർക്ക് പേരുണ്ടോ ഊരുണ്ടോ എന്നൊക്കെ. പിന്നെ അവർക്ക് മനസ്സിലായി ഈ പരാതിയൊക്കെ കേസായി മാറിയിട്ടുണ്ട് എന്ന്. അപ്പോൾ ഇവർ ചോദിച്ചിരുന്നത്, കേസ് ആരെങ്കിലും കേസ് കൊടുത്താൽ എന്താ അല്ലേ, ആ കേസ് കൊടുത്തതിൽ നിക്ഷേപകരുണ്ടോ, ഹൈറിച്ചിൽ ചേർന്നവരുണ്ടോ എന്നൊക്കെയാണ്. പിന്നെ മനസ്സിലായി ഹൈറിച്ചിൽ ചേർന്നവരും ഇതിനെതിരെ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട് എന്ന്. അപ്പോൾ കേസൊക്കെ ആയ സമയത്ത് ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത്, കേസെടുത്താൽ എന്താ, കമ്പനിക്ക് ഒരു ചുക്കും സംഭവിച്ചിട്ടില്ലല്ലോ, കമ്പനി ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ടല്ലോ, നമ്മളിപ്പോഴും ബിസിനസ് ചെയ്യുന്നുണ്ടല്ലോ എന്നാണ്. അപ്പോൾ അങ്ങനെ പോയി പിന്നീട് ഒരു ദിവസം പെട്ടെന്നാണ് കമ്പനിയുടെ അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്തത്. അപ്പോൾ അങ്ങനെ ഫ്രീസ് ചെയ്ത സമയത്ത് ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത്, അക്കൗണ്ടുകൾ താൽക്കാലികമായിട്ട് ഫ്രീസ് ചെയ്താൽ എന്താ, നമ്മുടെ ഓഫീസൊക്കെ പ്രവർത്തിക്കുന്നുണ്ടല്ലോ എന്ന്. അത് പറഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഓഫീസും പൂട്ടി. ആ സമയത്ത് ഹൈറിച്ച് ഒളികൾ പാടി നടന്നിരുന്നത്, ഓഫീസ് പൂട്ടിയാൽ എന്താ, നമുക്ക് ഫുൾ ഇൻകം വരുന്നുണ്ടല്ലോ എന്നായിരുന്നു. ഫുൾ ഇൻകം എല്ലാ ഞായറാഴ്ചയും കിട്ടുന്നുണ്ടല്ലോ, ഫുള്ളാക്കാൻ വേണ്ടിയിട്ട് ഫുൾ ഇൻകം കിട്ടുന്നുണ്ടല്ലോ എന്നാണ്. അതുകൊണ്ട് എന്തായാലും കമ്പനി തിരിച്ചു വരുമെന്നാണ് ഹൈറിച്ച് ഒളികൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതാ ആ ദിവസം വന്നെത്തിയിരിക്കുന്നു. ഇന്നു മുതൽ ഫുൾ ഇൻകവും നിലച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? കമ്പനിയുടെ മുൻവാതിലും പിൻവാതിലും എല്ലാം അരക്ക് വെച്ചിട്ട് ഒട്ടിച്ചിട്ടുണ്ട്, ഫുൾ ഇൻകം നിലച്ചിട്ടുണ്ട്. ഇപ്പോൾ മുതലാളിയും മുതലാളിച്ചിയും എല്ലാ ദിവസവും EDയുടെ മുന്നിൽ ഹാജരാകുന്നുണ്ട്. ഇനിയും നിങ്ങൾക്കൊന്നും ഈ കമ്പനിയെക്കുറിച്ച് മനസ്സിലായില്ലെങ്കിൽ, ഇവരുടെ തട്ടിപ്പുകൾ മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ചുക്കും അറിയില്ല എന്ന് മനസ്സിലാക്കേണ്ടി വരും. ബൈ.